ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ആണ്. ഒരു കമ്പനി വരുവാണെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി എങ്ങനെ ഡെവലപ്പ് ചെയ്യും. രണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, എന്ത് കോണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അത് വീഡിയോയിൽ എങ്ങനെ ചെയ്യും, ഇമേജസിൽ എങ്ങനെ ചെയ്യും, പിന്നെ ആഡ് എങ്ങനെ റൺ ചെയ്യും, ആഡിന്റെ അനലിറ്റിക്സ് എങ്ങനെ കൃത്യമായിട്ട് നോക്കും, പിന്നെ ഒരു ഫീഡ്ബാക്ക് ആണ് ഇതെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സ്ട്രാറ്റജി ഡെവലപ്മെന്റിൽ AI വരില്ല, മേ ബി ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ AI ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു 90% പോസ്റ്റേഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ ഫീഡിൽ വരുന്നത് ഒരു 90% പോസ്റ്റേഴ്സും ChatGPT ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കണ്ടാൽ അറിയാം, പക്ഷെ അതതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും ഞാൻ വിചാരിച്ചു ആഡ് റൺ ചെയ്യുന്നതിൽ AI വരില്ല. അപ്പോൾ ഇപ്പോൾ ക്ലോഡിൽ നിന്ന് ഡയറക്റ്റ്ലി ഫേസ്ബുക്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോഡിൽ നിന്ന് തന്നെ ആഡ് എല്ലാം റൺ ചെയ്യാം. ഇപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിൽ വരില്ല. സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിലും വന്നു കഴിഞ്ഞു. ലാസ്റ്റ് ദിവസം ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിന് മൈക്രോ ഡ്രാമാസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം. മൈക്രോ ഡ്രാമാസ് അറിയാലോ, അതൊരിത്തിരി കൊറിയൻ ഡ്രാമ പോലെയൊക്കെയാണ്. ഞങ്ങളുടെ ജനറേഷൻ ഇപ്പോഴാണ് കണ്ടുകൊള്ളുന്നത്. അപ്പോൾ അത് ഒരിത്തിരി ക്ലീശയാണ്, ഒരിത്തിരി ക്രിഞ്ചിയാണ്. അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. ആ സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾക്കും പരിചയമില്ല. ഒരു നമ്മുടെ സീരിയലിലേക്ക് പോലെ കുട്ടിയാരാന്നറിയാത്ത അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് എഴുതേണ്ടത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഒരു ക്ലിഫ് ഹാങ്ങർ വേണം. അപ്പം ഞാൻ ജസ്റ്റ് ക്ലോഡുമായിട്ട് സംസാരിച്ചു നോക്കി. അതിൻ്റെ ക്ലോഡ് കൃത്യമായിട്ടൊരു 10 എപ്പിസോഡ് തന്നു. അപ്പോൾ സ്ട്രാറ്റജിയിൽ വരില്ല എന്ന് വിചാരിച്ച് സ്ട്രാറ്റജിയിലും വരും, എല്ലാ ഭാഗത്തും വരും. നെക്സ്റ്റ് ഇയർ അവസാനമാകുമ്പോഴത്തേക്ക് മെറ്റയുടെ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ, നമ്മൾ പൈസ മാത്രം കൊടുക്കുന്നു, നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് ഇതാണെന്ന് പറയുന്നു, ക്യാമ്പയിൻ റണ്ണിങ്, ഇമേജ് ക്രിയേഷൻ, വീഡിയോ ക്രിയേഷൻ എല്ലാം മെറ്റ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഇനി എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഞങ്ങളുടെ കമ്പനിക്ക് പ്രാധാന്യമുണ്ടോ? പഠിച്ചിറങ്ങി നിൽക്കുന്ന നിങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ? എൻ്റെ ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. കാര്യം, ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് ChatGPT ഇമേജസ് കണ്ടിട്ട് ഇപ്പൊ എൻ്റെ ലിങ്ക്ഡിൻ തംബ്നെയിലിൽ ഞാൻ എഴുതുന്നത് ഒരു ജസ്റ്റ് വെള്ള പേപ്പറിൽ ഞാൻ തന്നെ എഴുതിയിട്ട് ഞാനത് ഫോട്ടോ എടുത്താണ് ഇടുന്നത്. എന്തുകൊണ്ടാണ് ഇടുന്നത്? എനിക്കൊരു ഫറ്റീഗായി. ChatGPT വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ കണ്ടൊരു ഫറ്റീഗായി. അപ്പോൾ ഒരു ഹ്യൂമൻ കണക്ഷൻ സ്റ്റിൽ എക്സിസ്റ്റ്. ഒരു ഹ്യൂമൻ വേണം ഇതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നിങ്ങളുടെ പ്രാധാന്യം വരുന്നത്. ഓരോ ഡിജിറ്റൽ മാർക്കറ്ററും ഓഡിയൻസിനെ മനസ്സിലാക്കേണ്ടവരും ബിസിനസ്സിനെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഈ ടൂൾസ് എല്ലാം എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കേണ്ടവരും അത് വെച്ച് ക്രിയേറ്റ് ചെയ്യേണ്ടവരും.